വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുക്കില്ല. പ്രതിപക്ഷ നേതാവിന് അനുയോജ്യമായ ക്ഷണമില്ല ലഭിച്ചതെന്നും മുഖ്യമന്ത്രി എട്ടുകാലി മമ്മൂഞ്ഞായി മാറുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. സതീശന്റെ നിലപാടിന് പിന്തുണയുമായി രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും രംഗത്ത് വന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിനിടെ നടക്കുന്ന വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്നാണ് വി ഡി സതീശന്റെ നിലപാട്. പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയ നടപടി വിവാദമായതിനു പിന്നാലെ സർക്കാർ ക്ഷണക്കത്ത് നൽകിയെങ്കിലും അനുയോജ്യമായ രീതിയിലല്ല ക്ഷണമെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. ക്ഷണക്കത്തിൽ എന്ത് ചെയ്യണമെന്നോ എവിടെ എത്തണമെന്നോ പോലും വ്യക്തതയില്ലെന്നും വാർഷികാഘോഷമല്ല വിഴിഞ്ഞം ഉദ്ഘാടനം വേറെ പരിപാടിയാണെന്നും വി ഡി സതീശൻ. നമ്മളെ ക്ഷണിച്ചില്ല, അത് അവരുടെ തീരുമാനമാണ്. എനിക്കതിനകത്ത് പരിഭവവും പരാതിയൊന്നുമില്ല. ആദ്യം കപ്പലെടുത്ത സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് രണ്ടാമത്തെ പരിപാടിക്കും ഈ പരിപാടിക്ക് ക്ഷണിച്ചില്ല. അത് ബഹുമാനപ്പെട്ട മന്ത്രിയോടും മാധ്യമപ്രവർത്തകരായി നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് 4ാമത്തെ വാർഷികമാണ്. ആ 4ാമത്തെ വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ്. അത് പ്രതിപക്ഷം അതുമായിട്ട് സഹകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തതെന്ന്. വല്ലവരും ചെയ്ത പദ്ധതിയുടെ പിതൃത്വം പിണറായി സർക്കാർ ഏറ്റെടുക്കുകയാണെന്നും മുഖ്യമന്ത്രിക്ക് നാണമില്ലേ എന്നും വി ഡി സതീശന്റെ പരിഹാസം. ശ്രീ ഉമ്മൻചാണ്ടി എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും അന്നത്തെ സർക്കാരിന്റെയും വിൽ പവറാണ്, അവരുടെ ഇച്ഛാശക്തിയും അവരുടെ നിശ്ചയദാർഢ്യവുമാണ് ഇത് കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയത്. അത് ഞങ്ങൾ ജനങ്ങളോട് പറയും. കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വല്ലവരും ചെയ്തതിന്റെ പിതൃത്വം ഏറ്റെടുക്കുക എന്നതാണ് ഈ മുഖ്യമന്ത്രിയുടെ സ്ഥിരം പരിപാടി. പ്രതിപക്ഷ നേതാവിന് ലഭിച്ച വൈകി വന്ന ക്ഷണക്കത്തിൽ കോൺഗ്രസ് നേതാക്കളും അമർഷത്തിലാണ്. പ്രധാനമന്ത്രിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിക്ക് പരാതിയുണ്ടാകില്ലെന്ന് കുറ്റപ്പെടുത്തിയ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വി ഡി സതീശനെ ക്ഷണിക്കാത്ത നടപടി തെറ്റാണെന്ന് അഭിപ്രായപ്പെട്ടു. എന്ത് ചെയ്യണമെന്ന് വ്യക്തമാകാത്ത കത്ത് പ്രതിപക്ഷ നേതാവ് തനിക്ക് അയച്ചു തന്നിരുന്നു. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ പങ്കെടുക്കേണ്ട സാഹചര്യമില്ലെന്നും ചെന്നിത്തല. പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിക്കാതിരുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് അയച്ച കത്ത് ശ്രീ സതീശൻ എനിക്ക് അയച്ചു തന്നു. ആ കത്തിൽ എന്താണ് അദ്ദേഹം ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല, ഒരു ക്ഷണക്കത്ത് മാത്രമാണ്. അങ്ങനെ പ്രതിപക്ഷ നേതാവ് പോകണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അത് ശരിയായ നടപടിയല്ല. മാധ്യമങ്ങൾ വാർത്തയാക്കിയതിനാലാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചതെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിന് നൽകിയ കത്തിൽ പോലും പ്രതിപക്ഷ നേതാവിന്റെ പേരില്ലെന്നും ക്ഷണക്കത്ത് കൊണ്ട് എന്ത് കാര്യമെന്നും കെ മുരളീധരൻ. പ്രതിപക്ഷ നേതാവിനെ മനഃപൂർവ്വം അപമാനിക്കാനുള്ള ശ്രമമെന്നും മുരളീധരന്റെ ആരോപണം. കാരണം പ്രതിപക്ഷ നേതാവ് പങ്കെടുത്താൽ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതി എന്ന് പറയുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന് മനഃപൂർവ്വം ക്ഷണിക്കാതിരുന്നു. അവസാനം വിവാദം വന്നപ്പോൾ ഒരു കത്ത് കൊടുത്തു. പക്ഷേ കത്തുകൊണ്ട് കാര്യമില്ല. പ്രതിപക്ഷ നേതാവിന് കത്തയച്ചിട്ടുണ്ടെന്നും പങ്കെടുക്കുമോ എന്നതിൽ വ്യക്തതയില്ലെന്നും മന്ത്രി വി എൻ വാസവൻ. സംസാരിക്കേണ്ടവരെയും വേദിയിൽ ഇരിക്കേണ്ടവരെയും തെരഞ്ഞെടുക്കുന്നത് കേന്ദ്രമാണെന്നും മന്ത്രി. സർക്കാരിന്റെ സ്വന്തം ചെലവിൽ നടക്കുന്ന പരിപാടി 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റെന്നും മന്ത്രിയുടെ ചോദ്യം. ഇല്ല, മറുപടി ഇങ്ങോട്ട് വന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ കേന്ദ്രത്തിൻ്റെ പരിപാടി നിഷ്കർഷിച്ച് തന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് കത്ത് കൊടുത്തു. ഉറപ്പിച്ച സമയത്ത് തന്നെ എൻ്റെ ലെറ്റർപാടിൽ ഞാൻ കത്ത് കൊടുത്തിരിക്കുന്നത്. തിരിച്ചൊരു മറുപടി തന്നില്ല. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക വേളയിൽ നടക്കുന്ന ഉദ്ഘാടനം സർക്കാരിന്റെ പ്രധാന നേട്ടമായാണ് LDF ക്യാമ്പുകൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ പദ്ധതിക്ക് തുടക്കമിട്ടത് ഉമ്മൻചാണ്ടി സർക്കാരായതിനാൽ പദ്ധതി കോൺഗ്രസിന്റെ കുഞ്ഞാണെന്ന് UDF ക്യാമ്പുകളും അവകാശപ്പെടുന്നു. പ്രധാനമന്ത്രിയുടെ വമ്പൻ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഉദ്ഘാടനത്തിന്റെ പ്രചാരണം നടത്തി പദ്ധതി കേന്ദ്രത്തിന്റെ ക്രെഡിറ്റിൽ ഉൾപ്പെടുത്താനാണ് BJP ശ്രമം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.